ആവിയിൽ വേവിച്ചെടുത്ത ലഘുഭക്ഷണത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വേറിട്ട രുചിയിൽ ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളൊക്കെ എല്ലാവരും കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് കൊഴുക്കട്ട ആരും കഴിച്ചിട്ടുണ്ടാവുകയില്ല. ഇനി ഈ ഒരു കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം അളന്ന് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കപ്പോ ഗ്ലാസ്സോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിൽ ഒരു 1.5 കപ്പ് വെള്ളം അളന്നൊഴിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള ബട്ടറും നെയ്യും എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി നോക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളച്ചു വരുമ്പോഴേക്കും അതിനകത്തേക്ക് വെള്ളം അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് തരം വറുത്ത അരിപ്പൊടിയാണോ ഇരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ അത്രയും കുഴ വരത്തില്ല. ഇത്രമാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. വെള്ളം ഇനി ഒരല്പം പോലും ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതങ്ങ് അടച്ച് മാറ്റി വെക്കുക. ഈ സമയത്ത് ഈ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാം. ഇനി വേണ്ടത് ഒരു സ്റ്റീമർ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇഡലിയും ഇടിയപ്പവും ഒക്കെ ആവി കയറ്റി എടുക്കുന്ന ഇഡലിപ്പാത്രം എടുത്താലും മതിയാകും. ഞാനിവിടെ പഴുത്ത 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടാക്കുക. രണ്ടാക്കിയതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ 2-3 സ്ഥലത്തായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഇതേപോലെ ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം ഒരു ഇടത്തരം പഴുപ്പേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവി ഉള്ളിലേക്ക് കയറിയിട്ട് ഏത്തപ്പഴം പെട്ടെന്ന് തന്നെ ആവിയിൽ വെന്ത് കിട്ടും. ഇനി നമുക്ക് സ്റ്റീമർ ഒന്ന് അടച്ചു വെക്കാം. ഏത്തപ്പഴത്തിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കടായി വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കര മുഴുവനായിട്ടിരിക്കുന്നതെങ്കിൽ ചീകി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊടിയായിട്ട് നിങ്ങളുടെ കൈവശമില്ല എങ്കിൽ ഏലക്ക പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം വെളുത്ത എള്ളും കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിലക്കടല തൊലി കളഞ്ഞതാണ്, അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിലക്കടലയും ഉണക്കമുന്തിരിയും നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഒരുപാട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ ഈ ശർക്കരപ്പാനിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതായത് ശർക്കരപ്പാനിയുടെ വെള്ളം വറ്റുന്നിടം വരെ നമ്മൾ ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അവലാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ അവല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു ശർക്കരപ്പാനിയിലേക്ക് ഇടുന്ന ഇതും ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മളിവിടെ ഈ കൂട്ടിൻ്റെ ലാസ്റ്റാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അതിനെ മാറ്റി വെക്കുക. ഇപ്പം ഏത്തപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതിൻ്റെ തൊലി നീക്കം ചെയ്തതിന് ശേഷം ഇതിനെ ഒരു സ്പൂണോ അല്ലെങ്കിൽ മഷറോ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഇതേപോലെ ഒരു തവി ഉപയോഗിച്ചിട്ടാണ് ഇതിനെയെല്ലാം ഒന്ന് ഉടച്ചെടുക്കുന്നത്. ഏത്തപ്പഴത്തിന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരു കട്ട പോലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിനെ കൈ ഉപയോഗിച്ചിട്ടോ അല്ല എങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് ഉടഞ്ഞു കിട്ടാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ അടച്ച് കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു അരിപ്പൊടിയുടെ കൂട്ടിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം.
ഏത്തപ്പഴം മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് പൊടി ചേർക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം, ഒരല്പം പോലും വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത് എന്ന്. കാരണം ഏത്തപ്പഴം ഇട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് പരുവത്തിൽ കിട്ടണമെങ്കിൽ ആ പൊടിയുടെ അളവും വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിരിക്കണം. ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കുകയും വേണം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് കൈയൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഓരോ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം നെയ്യ് കയ്യിലൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുള അങ്ങ് എടുക്കുക. അതിനെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. 2 കൈയും ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നെയ്ക്ക് പകരമായിട്ട് ഇടയ്ക്കൊന്ന് കൈ നനച്ചു കൊടുത്താലും മതിയാകും. ഒട്ടും പോലും ഒട്ടിപ്പിടിക്കത്തില്ല. ഈ ഒരു വെറൈറ്റി കൊഴുക്കട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉരുട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു കുഴി ഉണ്ടാക്കണം. ഇതേപോലെ കുഴിയാക്കിയതിന് ശേഷം ആ കുഴിയിലേക്കാണ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ആ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെയാണ് കിട്ടേണ്ടത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഇതേപോലെ ആവിയിൽ വേവിച്ചെടുത്ത ലഘുഭക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഓരോ വൈകുന്നേരങ്ങളിൽ ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്റ്റീം ഫുഡ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒന്നാമത്തെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു മാവിൻ്റെ കണക്കനുസരിച്ചിട്ട് എനിക്കിവിടെ 11 കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. ഈ 11 കൊഴുക്കട്ട അത്യാവശ്യം വലുപ്പമുള്ള കൊഴുക്കട്ടയാണ്. ഒരാൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വയറ് നിറയുന്ന രീതിയിൽ അത്യാവശ്യം വലുപ്പമുള്ള കൊഴുക്കട്ടയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ എണ്ണം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഈ ഒരു കൊഴുക്കട്ടയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഹെൽത്തി ആയിട്ടുള്ളതാണ്. കറുത്ത എള്ള്, വെളുത്ത എള്ള്, അതേപോലെ തന്നെ ഏത്തപ്പഴം, ബാക്കിയുള്ളതെല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ കൊഴുക്കട്ടയ്ക്കുള്ളതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. വെള്ളം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില ഞാൻ വെക്കുന്നുണ്ട്. വാഴയില വെച്ചതിന് ശേഷം ആണ് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ കൊഴുക്കട്ടയും വെച്ച് കൊടുക്കുന്നത്. വാഴയില ഇതേപോലെ റൗണ്ടാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ഒരു വാഴയിലയുടെ ഫ്ലേവറും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം അടുക്കി വെച്ച് കൊടുക്കുക. വാഴയില വെച്ചതിന് ശേഷം വെക്കുക. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയിലയും കൂടെ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് വാഴയിലയിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നീക്കം ചെയ്തതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 25 മിനിറ്റ് കൊണ്ട് ഇത് സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലത്തെ വാഴയില നീക്കം ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആവിയിൽ കുക്ക് ചെയ്തെടുത്ത ലഘുഭക്ഷണത്തിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പം ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുണ്ടാക്കിയതിന് ശേഷം ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റുള്ളവർക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം പുതിയൊരു സ്റ്റീം ഫുഡ് റെസിപ്പിയുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.